الحمد لله رب العالمين وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏതാണ്ട് കൊഴിഞ്ഞു തീരാൻ അടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമാക്കിയ നിലക്ക് നമുക്കൊക്കെ സ്വർഗത്തിലെത്താൻ കാരണമാകുന്ന വിധത്തിൽ നമ്മയെല്ലാം നരകത്തിയിൽ നിന്ന് അകറ്റുവാൻ കാരണമാകുന്ന വിധത്തിൽ അവയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ലോകത്ത് എക്കാലത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നവയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ സംബന്ധിച്ചുള്ള ഭീതിയാണ്. മലേഷ്യയിലെ ഒരു പ്രദേശമായ നിപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് തുടക്കം കുറിച്ചു എന്ന് പറയപ്പെടുന്ന, ആ പേരിൽ അറിയപ്പെടുന്ന ഒരു വൈറസ് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അവൻ ഈ ലോകത്ത് സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യവിശ്വാസികൾ വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഗൗരവതരമായ കാര്യങ്ങളെ ഗൗരവതരമായി തന്നെ കാണുന്നവരായിരുന്നു മുൻഗാമികൾ. എന്നാൽ ഏത് കാലത്തും ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, ഗൗരവതരമായ കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളും സംഭവങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴും അതും ഒരു പരിഹാസത്തിന്റെ കാരണമായി കാണുന്ന ഹതഭാഗ്യന്മാർ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മളതിലൊരിക്കലും പെട്ടുപോകരുത് സഹോദരങ്ങളെ. ഒരുപാട് കുടുംബങ്ങൾ വളരെ വേദനിച്ച് കഴിയുന്ന, ഒരുപാട് നാട്ടിലുള്ള ആളുകൾ ഭീതിയോടെ കഴിയുന്ന, ഒരുപാട് ആളുകളുടെ മാനസികമായ സ്വസ്ഥത കെടുത്തിയ ഒരു മഹാവൈറസിന്റെ പേരിൽ ട്രോളുന്ന ആളുകളുണ്ട്. മനസ്സിലായി കാണും. എന്തും പരിഹസിക്കുക, എന്തിനോടും ഒരു പരിഹാസം. അതിന് കാരണമായി പറയപ്പെടുന്ന വവ്വാല് തലകീഴായിട്ടാണ് തൂങ്ങിക്കിടക്കുന്നത് എന്നതുകൊണ്ടാണ് പനി എന്നത് നിപ്പ എന്നാക്കിയത് എന്ന് ഫോർവേഡ് ചെയ്യുന്ന മുസ്ലിമെ ആലോചിക്ക്. എന്തും കൊണ്ടാണ് ഈ കളി? എന്തും കൊണ്ടാണ് ഈ കളി? ഒരു വൈറസ് ഒരു ഭാഗത്ത് ബാധിച്ച് അതൊരുപാട് കുറെ ആളുകളുടെ ജീവനെടുത്ത് ഒരുപാട് ആളുകളുടെ മാനസികമായ സ്വസ്ഥത നശിപ്പിച്ച് ഒരു വലിയ പരീക്ഷണമായിക്കൊണ്ട് നമ്മുടെ നാടിനെ പടർന്ന് അതിന്റെ ഭീതി പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പരിഹസിക്കേണ്ട സമയമാണോ ഇത്? അതിനെക്കുറിച്ച് പരിഹാസങ്ങളും തമാശയും പറയേണ്ട കാലമാണോ ഇത്? റഹ്മാനായ റബ്ബിനോട് മനമുരുകിക്കൊണ്ട് തേടേണ്ടുന്ന അവസരമാണിത്. വിശ്വാസികൾ എപ്പോഴും അങ്ങനെയാണ്. എന്തും പരിഹസിക്കുക, എന്നിട്ട് കിട്ടിയ പരിഹാസങ്ങളൊക്കെ നമ്മളും ആസ്വദിക്കുക, എന്നിട്ട് അത് ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു വൈറസിനെ സംബന്ധിച്ചുള്ള ഭയങ്കരമായ പരിഹാസങ്ങൾ ഇങ്ങനെ
ഈ ട്രോളുന്നവനും ഇത് ഫോർവേഡ് ചെയ്യുന്നവനും വിചാരിച്ചു പോയോ ഇവൻ ഇതിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണെന്ന്? ഒരു വൈറസ് വരാൻ ഒരു ഫ്ലൈറ്റ് കയറി വരുന്നും വേണ്ട. എങ്കിൽ അത് ആദ്യമായി എത്തിയ വ്യക്തിക്ക് എവിടുന്നാ വന്നത്? എവിടുന്നാണത് വന്നത്? ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യത്തിൽ ഒരു മുസ്ലിം ഇടപെടാൻ. ഇത് തമാശയല്ല, ഇത് കളിയല്ല, ഇത് പരിഹസിക്കേണ്ട രംഗമല്ല. റഹ്മാനായ റബ്ബിലേക്ക് വളരെ മനമുരുകിക്കൊണ്ട് തേടുകയും ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച അബദ്ധങ്ങളെ, അപാകതകളെ റഹ്മാനായ റബ്ബിനോട് കണ്ണുനീരൊഴുക്കി പശ്ചാത്തപിക്കേണ്ട സമയമാണിത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ബാധിച്ചുകൊണ്ട് രാജ്യം കനത്ത ക്ഷാമത്തിലും കൊടുമ്പിരിക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വ്യാധികളും ഒക്കെ പടർന്നു പിടിച്ച കാലത്ത് അവിടുന്ന് പ്രാർത്ഥിച്ചു റഹ്മാനായ റബ്ബിനോട്, റബ്ബേ, ഒരു പരീക്ഷണങ്ങളും ഈ ലോകത്തേക്ക് ഇറങ്ങുന്നില്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ ദുഷിച്ചതുകൊണ്ടല്ലാതെ, അത് നീങ്ങുകയില്ല പശ്ചാത്താപം കൊണ്ടല്ലാതെ. കരയിലും കടലിലുമൊക്കെ നാശം വ്യാപകമായിരിക്കുന്നു ജനകരങ്ങളുടെ പ്രവർത്തനങ്ങൾ നിമിത്തം. ആരെയും കുറ്റപ്പെടുത്തണ്ട. റഹ്മാനായ റബ്ബ് അവിടെവിടെയായി അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരീക്ഷണമായി, അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ വകയായി, നമ്മുടെ ദുർബലത ബോധ്യപ്പെടുത്തുവാനുള്ള കാരണമായി, നമ്മുടെ അഹങ്കാരത്തിനൊരു അറുതി വരാനുള്ള നിമിത്തമായി അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളോടും പരിഹാസത്തോടെയല്ല പ്രതികരിക്കേണ്ടത്, കേട്ടില്ലെന്നല്ല പ്രതികരിക്കേണ്ടത്, കണ്ടില്ലെന്ന് നടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ചവർ ചിന്തിക്കണം. الذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ പറയുന്നിടത്തുള്ള പറയുന്നത് അള്ളാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകും. ആയത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുമാവാം, റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളുമാവാം. അള്ളാഹു സംഭവിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ അത് കേൾക്കുമ്പോ കണ്ടില്ല കേട്ടില്ല എന്നടിക്കൂല, അവർക്കതിനോട് പരിഹാസവും തോന്നില്ല. അവർ വളരെ ഗൗരവത്തോടെ ആലോചിക്കും, റബ്ബേ, എന്റെ വല്ല പ്രവർത്തനങ്ങളും കാരണത്താൽ ആരെങ്കിലും ഇവിടെ ദുരിതമനുഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവരെയല്ല, അവനിലേക്ക് നോക്കും. എന്റെ വല്ല പ്രവർത്തനങ്ങളും കാരണത്താൽ ഇവിടെ ആർക്കെങ്കിലും വല്ല പ്രയാസവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത, അവർക്ക് പരിചയമില്ലാത്ത വേദനകളും മഹാമാരികളും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പരീക്ഷിക്കാനിരിക്കുന്നുണ്ട്. സഹാബത്തിനോട് പറയാണ്, അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അൻ തുദ്രികൂഹുന്ന, ആ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നതില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാമാരികളും വലിയ വേദനകളും മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത മഹാദുരന്തങ്ങളും ഇടക്കിടക്ക് ലോകത്ത് വന്നുകൊണ്ടിരിക്കും, അത് പ്രചരിക്കും എന്ന്. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെയും കുറ്റപ്പെടുത്തേണ്ട. ആ പ്രവർത്തനം കൊണ്ടാണ്, ഈ പ്രവർത്തനം കൊണ്ടാണ് ഒന്നുമല്ല പറയേണ്ടത്, അവരവരിലേക്കാണ് നോക്കേണ്ടത്. റബ്ബേ, എന്റെ വല്ല പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ദുരന്തത്തിന് കാരണമാകുന്നുണ്ടോ? റബ്ബിനോട് എല്ലാവരും പാപമോചനത്തിന് തേടി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാലഘട്ടമാണ്. രോഗം എന്ന് പറയുന്നത് അത് പരീക്ഷണമായിട്ടും വരാം, ശിക്ഷയായിട്ടും വരാം. അതാർക്കാ എങ്ങനെ വരുന്നത് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, റഹ്മാനായ റബ്ബാണ് തീരുമാനിക്കുന്നത്. പക്ഷെ സത്യവിശ്വാസികൾ എപ്പോഴും അതിനെ കാണേണ്ടത് ഒരു പരീക്ഷണമായിട്ട് അവൻ കാണണം. അവൻ പതറരുത്, പതറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാൻ, നബിയെ, ഏറ്റവും വലിയ പരീക്ഷണത്തിന് ആരാണ് വിധേയരാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാവുക അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകന്മാരാണ്.
എന്നാൽ പ്രവാചകന്മാരല്ലാത്ത ധിക്കാരികൾക്കും അവിശ്വാസികൾക്കും മറ്റു പലർക്കും പല രൂപത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വന്നിട്ടില്ലേ? വരില്ലേ? വരാം. പക്ഷെ വിശ്വാസികൾ എപ്പോഴും അവർക്കെന്തെങ്കിലും ബാധിച്ചാൽ അവരതിനെയും നന്മയാക്കി മാറ്റുവാനാണ് ശ്രമിക്കേണ്ടത്. അവൻ ക്ഷമിക്കണം, അവൻ സഹിക്കണം. എന്റെ പാപങ്ങൾക്കൊഴി ഏതൊരു രോഗമാവട്ടെ ഒരു മനുഷ്യന് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ക്ഷമ എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ കിട്ടേണ്ട ഒരു തൗഫീഖാണ്. പ്രസംഗിക്കുമ്പോൾ പറ്റും, എഴുതാൻ പറ്റും, കേൾക്കാൻ പറ്റും, പറയാൻ പറ്റും. അവരവർക്ക് വരുമ്പോൾ അത് ഉണ്ടാവലാണ് ഏറ്റവും വലിയ തൗഫീഖ്. അള്ളാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സബറും സഹനവും എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നുള്ള മോചനവും നൽകി നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. സഹോദരങ്ങളെ, പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാം ചില മുൻകരുതലുകൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാം അതിന്റെ പല നിയമങ്ങളിലും ചില ഇളവുകളും അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ ജനാസ കൊണ്ടുപോയത്, ആ ജനാസ അടക്കം ചെയ്തത്, ആ ജനാസ കൈകാര്യം ചെയ്തത് ഒക്കെ എല്ലാവരും വളരെ ഉത്കണ്ഠയോടെ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമികമായി സാംക്രമിക രോഗങ്ങളെ സംബന്ധിച്ചുള്ള മുൻകരുതലുകളും അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഭൗതിക വൈദ്യശാസ്ത്രത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കപ്പെടുന്നതിന്റെ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സാംക്രമിക രോഗം ഒരു പ്രദേശത്തുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് മനഃപൂർവ്വം പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാംക്രമിക രോഗം ഒരു പ്രദേശത്തുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ അവിടേക്ക് മനഃപൂർവ്വം യാത്ര ചെയ്യരുത്. നിങ്ങളൊരു പ്രദേശത്താണ്, അവിടെ ആ സാംക്രമിക രോഗമുണ്ട് എങ്കിൽ അവിടെ നിന്നതില്ലാത്തൊരിടത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹീഹായ ഹദീസ്. ഇവിടെയൊക്കെ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പറയാണ്. രോഗം തരുന്നത് അല്ലാഹുവാണ്. പകർച്ചവ്യാധികൾ ഉള്ളൊരു പ്രദേശത്തുള്ള എല്ലാവർക്കും രോഗം പകർന്നോളണമെന്നില്ല. കാരണം ഇത് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പകരും, അങ്ങനെയൊന്നുമില്ല. പകർച്ചവ്യാധി എന്നുള്ളത് ഉണ്ടെങ്കിൽ പിന്നെ ഉടനെ തന്നെ പകർച്ചവ്യാധി മറ്റേയാൾക്കും കിട്ടും എന്നുള്ള ഒരു വ്യത്യാസം, ഒരു പ്രത്യേകമായ കാര്യമൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ അദ്വ, അങ്ങനെ പകർച്ചവ്യാധി ഇല്ല. കിട്ടിയവർക്കൊക്കെ പകരുന്ന ചില ആളുകൾക്ക് അണുബാധ ഏൽക്കും, പക്ഷെ അവർക്ക് അതിന് പ്രതിരോധ ശേഷി ഉണ്ടാകും, അവർക്കൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത് അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ തീരുമാനം, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ അത് സംഭവിക്കും. അതിൽ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന ഹിക്മത്തും അവന്റെ യുക്തിയുമൊക്കെ നമുക്കറിഞ്ഞുകൂടാ, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എങ്കിലും നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെയോട് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വിദൂര ദേശങ്ങളിൽ നിന്ന് സംഘമായി കൊണ്ട് ആളുകൾ ദീന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി വരാറുണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഖീഫ് ഗോത്രത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നപ്പോ അതിൽ ഒരാൾക്കൊരു സാംക്രമിക രോഗമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കളോട് ഞാൻ ബയ്യത്ത് ചെയ്തിരിക്കുന്നു, താങ്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു, ഇനി ഫർജ, നിങ്ങൾ വേഗം മടങ്ങിപ്പോണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിൽക്കരുത്, നിങ്ങൾ വേഗം മടങ്ങിപ്പോകണം. എന്താണ് ആ മുൻകരുതൽ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് എല്ലാ രംഗത്തേക്കും ആവശ്യമായ നിർദ്ദേശം നൽകുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാമിൽ, ഇന്ന് സിറിയ എന്നറിയപ്പെടുന്ന ഷാമിന്റെ പ്രദേശത്ത് മാരകമായ രൂപത്തിലുള്ള പ്ലേഗ് പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു വീണത്. ആ വിവരമറിഞ്ഞപ്പോ മുമ്പേ ഷാമിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി
അനുചരന്മാരോടൊത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുത്ത് പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇന്നത്തെ പോലെ ഇമെയിൽ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവിടുന്ന് ആളെത്തിയിട്ട് വേണം വിവരം അറിയണം. വിവരമറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് ഷാമിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്തു. ആ സമയത്ത് ആരോ ചോദിച്ചു, അത്തഫിറു മിൻ ഖദരില്ലാ, അള്ളാന്റെ തീരുമാനത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? എന്താണ്ട് പോയാൽ റബ്ബിന്റെ ഖദറുണ്ടെങ്കിലാണ് സംഭവിക്കൂലേ, അതല്ലേ പറ്റുള്ളൂ എന്നാ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ. അള്ളാന്റെ ഖദർ അത് മാത്രല്ല, ഇതുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബാധയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെടുകയും വേണ്ട എന്ന്, അതും അള്ളാന്റെ തീരുമാനമാണ്. ഒരു ഖദറിൽ നിന്ന്, അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തിൽ നിന്ന്, ഒരു ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ തന്നെ മറ്റൊരു തീരുമാനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാംക്രമിക രോഗമുള്ളയിടത്ത് നിന്ന് അത്തരം ഘട്ടങ്ങളിൽ സിംഹത്തെ പേടിച്ചോടുന്നത് പോലെ നീ ഓടിപ്പോവുക. അതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുആ മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ള ഏക പ്രതിവിധി. കാരണം ചികിത്സ ഇല്ല എന്നാ പറയുന്നത്. ചികിത്സ ഇല്ല എന്ന് നമ്മളൊരു രോഗത്തെക്കുറിച്ചും പറയരുത്. സാന്ദർഭികമായിട്ട് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചികിത്സ ഇല്ലാത്ത രോഗമാണെന്ന് പറയരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്. എല്ലാ രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചികിത്സ ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമഹു വ ജഹിലഹു മൻ ജഹിലഹു. അറിയണോൻ അറിഞ്ഞു, അറിയാത്തത് അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പറയാം, നമുക്ക് ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തത് അത് കറക്റ്റാണ്. ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയാം. ചികിത്സ എല്ലാത്തിനും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ ഹറം, വാർദ്ധക്യത്തിന് ചികിത്സയൊന്നുമില്ല. വൃദ്ധനാവാതിരിക്കാൻ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല, അതിന് ചികിത്സയൊന്നുമില്ല. അതുപോലെ ചില പച്ചമരുന്നുകളുടെ കരിഞ്ചീരകം, അതിന്റെ എണ്ണ, അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകമായ ഔഷധങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹദീസിൽ കാണാം, എല്ലാത്തിനും ചികിത്സയുണ്ട്, ഇല്ലസാം അയൽ മൗത്ത്, മരണത്തിനൊഴികെ അതിന് ചികിത്സയൊന്നുമില്ല. അപ്പൊ ചികിത്സയുണ്ട് എല്ലാ രോഗത്തിനും, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നേ നമ്മൾ പറയാവൂ. കാരണം ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു രോഗത്തെ ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ അല്ലാഹു ചികിത്സയും ഇറക്കിയിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ കാലതാമസം വരും, അപ്പോഴേക്ക് അതിന്റെ ഇടക്ക് പലതും സംഭവിക്കും. വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് ക്ഷമയോടെ, സഹനത്തോടെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ചികിത്സിക്കണം, ക്ഷമിക്കണം. വെറുതെ ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞിട്ടില്ല. തദാവൗ, നിങ്ങൾ ചികിത്സിക്കുവീൻ. ഫഇന്ന ലികുല്ലി ദാഇൻ ദവാ, എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്, നിങ്ങൾ ചികിത്സിക്കണേ. എന്നാൽ അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, വലാ തദാവൗ ബിൽ ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. അപ്പൊ ഭൗതികമായ ചികിത്സയുണ്ട്, ചികിത്സയിൽ തന്നെ ആത്മീയ ചികിത്സയുണ്ട്. ഭൗതിക ചികിത്സയിൽ നിഷിദ്ധമായത് പാടില്ലാത്തതുപോലെ ആത്മീയ ചികിത്സയിലും നിഷിദ്ധമായ ചികിത്സ പാടില്ല. ഏതാ ആത്മീയ ചികിത്സ? ദുആ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസിലെ പ്രാർത്ഥനകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാകുമ്പോ, അവിടുത്തേക്ക് വേദന വരുമ്പോ, അവിടുന്ന് പ്രയാസത്തിലാകുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ മൂന്ന് സൂറത്തുകളും കയ്യിൽ പാരായണം ചെയ്യുകയും ഊതുകയും കയ്യിൽ പാരായണം ചെയ്ത് പിന്നീട് ആ കൈ കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തടവാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അവിടുന്ന് മുടങ്ങാതെ ചെയ്യാറുണ്ട്. പ്രയാസം വന്നാലും രോഗം വന്നാലും അവിടുന്ന് ചെയ്യാറുണ്ട്. അതൊക്കെ ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വയം തന്നെ പ്രാർത്ഥിച്ച് ചികിത്സിക്കുവാൻ.
വേദന വരുന്ന സ്ഥലത്ത് കൈവെക്കുവാൻ ബിസ്മില്ല എന്ന് 3 തവണ പറയാനും അഊദു ബില്ലാഹി വ ഖുദറതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 തവണ പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനയോടെ കഷ്ടപ്പെടുന്ന ഒരു സഹാബിക്ക് നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം അതിൽ അടിയുറച്ച് വിശ്വസിച്ചത് നിർവഹിച്ചു. അദ്ദേഹം പറയുന്നു, എനിക്ക് പിന്നെ വേദന വന്നിട്ടില്ല എന്ന്. രോഗിയെ സന്ദർശിക്കുന്ന വേളയിൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബൽസ ഇശ്ഫി അൻതസ് ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഒരു രോഗവും ഒരു വേദനവും ബാക്കിയാവാത്ത വിധം റബ്ബേ ഈ സഹോദരന് നീ ശിഫ നൽകണമേ, നീ മാത്രമാണ് സുഖം നൽകുന്നവൻ എന്ന് റബ്ബിനോട് കാവൽ ചോദിച്ചു, റബ്ബിനോട് സഹായം തേടി. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. അദീമായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്, അർശിന്റെ മഹത്തായ അർശിന്റെ ഉടമയായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്, അൻ യശ്ഫിയക, നിന്റെ രോഗം സുഖപ്പെടുത്താൻ. എത്രയെത്ര പ്രാർത്ഥനകൾ, എത്രയെത്ര പ്രാർത്ഥനകൾ. അങ്ങനെ പ്രാർത്ഥനകൾ നിർവഹിക്കുക, അള്ളാഹു നമുക്ക് അനുവദിച്ച വിധത്തിലുള്ള മരുന്നുകൾ കഴിക്കുക, ചികിത്സ ചെയ്യുക, ഇതൊക്കെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടു. മാറുന്നത് റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന മാത്രമാണ്, അവന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രമാണ്. അവനിൽ തവക്കുലാക്കുക, അവനിൽ വരമേൽപ്പിക്കുക. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഞാനൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയാതിരിക്കുക. കാരണം ഏതൊരു അസുഖം ഒരാൾക്ക് ബാധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് പനി പിടിച്ചു കിടക്കുകയാണ്, പനിച്ചു കിടക്കുകയാണ്, പുതപ്പിട്ടിട്ടുണ്ട്. കാണാൻ ചെന്ന സഹാബിമാര് പുതപ്പിന്റെ മുകളിൽ കൈവച്ച് നോക്കുമ്പോ ചൂട് മുകളിലേക്ക് വ്യാപിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ, രണ്ടാൾക്കുണ്ടാകുന്ന പനിയേക്കാൾ കടുത്ത പനിയാണല്ലോ അങ്ങ് ഒരാൾ അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്ക് പ്രതിഫലം അങ്ങനെ തന്നെയാണ്, രണ്ടാൾക്ക് കിട്ടുന്നതിൽ അപ്പുറം എനിക്ക് കിട്ടും. എത്രത്തോളം ഒരാൾ രോഗത്തിന്റെ കാഠിന്യം അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് പ്രതിഫലം കിട്ടാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ആരെക്കൊണ്ടെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള മുസീബത്ത് ഉണ്ടാകും. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് നിമിത്തമാണ്. വിശ്വാസികൾ ഇവയൊക്കെ ഇങ്ങനെയാണ് കാണേണ്ടത്. സഹിക്കാനുള്ള അവനുള്ള പ്രേരണയാണതൊക്കെ, സഹിക്കാൻ അവന് കിട്ടുന്ന പ്രോത്സാഹനങ്ങളാണതൊക്കെ. ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നത് പോലെ ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ പാപത്തിന്റെ കറകൾ, അവന്റെ പാപങ്ങൾ ഓരോന്നായി ഉതിർന്ന് വീഴുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു രോഗത്തെയും നമ്മൾ പഴിക്കരുത്. അല്ലാഹു എന്താണോ നൽകുന്നത് അത് റബ്ബിനോട് തന്നെ നിരന്തരമായി നിരാശയില്ലാതെ, എന്ത് ചികിത്സല്ല എന്ന് പറഞ്ഞാലും റഹ്മാനായ റബ്ബുണ്ടല്ലോ എന്ന മാനസികമായ അവസ്ഥയോടെ ഒരിക്കലും നിരാശ ബാധിക്കാതെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാം. എന്നിട്ടോ അദ്ദേഹം നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വഅയ്യൂബ ഇദ നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു റബ്ബേ, നീ അർഹമുർ റഹീമാണല്ലോ, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്ന അർഹമുർ റഹീമല്ലേ നീ എന്ന് മനസ്സ് പൊട്ടി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖത്തെ അല്ലാഹു ശിഫയാക്കി കൊടുത്തു. ഖുർആൻ പറയാണ്, നിരാശല്ലാതെ നമ്മൾ റബ്ബിനോട് തേടണം. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, അള്ളാന്റെ അടുക്കൽ എനിക്കത് പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മുടെയും നമ്മുടെ നാടിനെയും എല്ലാം അള്ളാഹു, എല്ലാ രാജ്യത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര, അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയൊക്കെ എന്താവും എന്നൊക്കെ നമ്മൾ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേജാറാവേണ്ട സമയമല്ല, അരുതാത്ത പ്രചരണങ്ങൾ നടത്തേണ്ട സമയമല്ല, ഉള്ളതിനേക്കാൾ പർവ്വതീകരിച്ച് സംസാരിക്കേണ്ട സമയവുമല്ല. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ നാട്ടിൽ
അവിടെ അതിന് എന്തൊക്കെ മുൻകരുതലുകളാണോ അവിടുത്തെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരവും അവിടെയുള്ള ആരോഗ്യ പരിപാലകന്മാർ പ്രത്യേകമായി ചിന്തിച്ചും ശ്രദ്ധിച്ചും കൊണ്ടൊക്കെയാണ് ഒരു ഗവൺമെന്റ് നിയമങ്ങൾ ഇറക്കുന്നത്. അതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് ആ മുൻകരുതലുകളോടൊക്കെ സഹകരിക്കുന്നതിന് ഒരു മുസ്ലിമിന് ഒരു തടസ്സമല്ല. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ വഴി കാണിച്ചു തന്നതാണ് ഈ മുൻകരുതലുകൾ. അതിനാണ് ഞാൻ നേരത്തെ ആ വചനങ്ങൾ സൂചിപ്പിച്ചത്. അതിനോട് സഹകരിച്ചുകൊണ്ട് ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പടർത്താതെ ആശ്വസിപ്പിക്കാൻ നോക്കുക എല്ലാവരെയും. നല്ലോണം റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം, എന്തും സംഭവിക്കാം. റഹ്മാനായ റബ്ബിലേക്കുള്ള കൈമലർത്തലല്ലാതെ, അവനോടുള്ള കേണപേക്ഷയല്ലാതെ റബ്ബിന്റെ ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ടു, റഹ്മാനായ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടാൻ, എന്നാൽ രാജ്യത്ത് നിന്ന് അതൊക്കെ മാറിക്കോളും എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് പൊറുക്കാത്ത മഹാപാതകമാണ്. ഇത് ഞങ്ങളെ കാര്യമാണ്, ഇതിൽ ഇടപെടണ്ട എന്നൊന്നും ആരും പറയേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് റഹ്മാനായ റബ്ബ് പൊറുക്കാത്ത ശിർക്കൻ പ്രവണതകളും അന്ധവിശ്വാസങ്ങളും ആരൊക്കെ ചെയ്തുവോ ആ ചെയ്തവരെ അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വസ്തുത വിവരിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല. വേണ്ടവർക്ക് എടുക്കുക, വേണ്ടാത്തവർക്ക് തള്ള, അത് വേറെ വിഷയം. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പോലും അള്ളാഹു പറഞ്ഞതെന്താ? ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, വേണമെങ്കിൽ വിശ്വസിക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളും അത് റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ്. ഒരു മഹാവ്യാധിയും മാറാവ്യാധിയും ഒരു രോഗങ്ങളും വന്നപ്പോ ശിഫക്ക് വേണ്ടി മഹാരഥന്മാരായ അമ്പിയാക്കളിൽ ഒരാളും റഹ്മാനായ റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹ്നോടാ തേടിയത്, അൻത അർഹമുർ റഹീമീൻ, റബ്ബിനോടാ തേടിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വൈദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അള്ളയാണ് എനിക്ക് ശിഫ നൽകുന്നത്. അല്ലാഹു തആല അതിന് മഹാരഥന്മാരായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്, ആ അയ്യൂബ് നബിയേക്കാൾ മുമ്പ് കഴിഞ്ഞുപോയ അവ്വലുർ റസൂലായി എണ്ണപ്പെടുന്ന ഉലുൽ അസ്മുകളിൽ ഒരു പ്രവാചകനായി എണ്ണപ്പെടുന്ന നൂഹ് നബിയെ വിളിച്ചുകൊണ്ട് സഹായം തേടിക്കോളൂ അയ്യൂബേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞിട്ടില്ല. അയ്യൂബ് നബിയേക്കാൾ സ്ഥാനവും ആദരവും ബഹുമാനവുമുള്ള പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. സംശയമില്ലല്ലോ, ഉലുൽ അസ്മുകളിൽ പ്രധാനിയല്ലേ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നബിമാരോടും വിളിച്ചു തേടാൻ പറഞ്ഞില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖത്തിൽ കിടന്നില്ലേ? സഹാബത്ത് അസുഖത്തിൽ കിടന്നില്ലേ? അവരാരെങ്കിലും രോഗം ബാധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടത്തിൽ പോയിട്ടോ അല്ലാതെയോ യാ റസൂലല്ലാഹ് എനിക്ക് ശിഫ നൽകണേ എന്ന് അവിടുത്തെ വിളിച്ചുകൊണ്ട് സഹായം തേടിയോ? ഒരു തവണയെങ്കിലും തേടിയോ? എന്നിട്ടല്ലേ 1000 തവണ വിളിച്ചു തേടൽ? ആരോടാ സഹോദരന്മാരെ അള്ളാഹുവിന്റെ ദീനിനെ ഇങ്ങനെ വികലമാക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എത്ര ഗൗരവമാണ്. സഹാബത്താരാ തേടിയത്? നമുക്ക് രോഗം തരുന്ന നമ്മുടെ രോഗശിഫയുടെ പ്രാർത്ഥനകൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ മുഴുവനും റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. ഇശ്ഫി, അല്ലാഹ് നീ സുഖം നൽകണേ, അൻത ശാഫി, നീ മാത്രമാണ് സുഖം നൽകുന്നവൻ, ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, ഒരു വേദനയും ബാക്കിയില്ലാത്ത നിലക്ക് ശിഫ നൽകണേ. എന്നിട്ട് ചില ആളുകളുടെ പേരും പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇവരിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാം, വിശ്വാസമില്ലാത്തവർ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ ശുദ്ധമായ വിശ്വാസത്തിന്റെ മേഖലയിൽ നിന്ന് അല്പം പോലും നമ്മൾ കടുകിട വ്യതിചലിച്ചു പോയാൽ സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. ഇത്തരം ഘട്ടങ്ങളിൽ പോലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നവർക്ക്
അള്ളാഹു നല്ല മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രമാണങ്ങളെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ, വൈറസിന്റെ നാശത്തിന് വേണ്ടി അത് രാജ്യത്തിൽ നിന്ന് പെട്ടെന്ന് തുടച്ചു നീക്കപ്പെടാൻ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നാട്ടിലേക്ക് വിളിച്ചിട്ട് ആശ്വസിപ്പിക്കുക, പേടിക്കരുത് എന്ന് പറയാ, അവർക്ക് ആശ്വാസം പകരുക. ഈ സന്ദേശം അവരോടും പറയാ, അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ റമദാനിലാണ്. റമദാനിന്റെ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിക്കാൻ പറയാം. റബ്ബിനോടല്ലാതെ ചോദിക്കരുതേ, ആര് പറഞ്ഞാലും അതനുസരിച്ച് പോകരുതേ എന്ന മഹത്തായ തൗഹീദിന്റെ സന്ദേശം അവരെ കേൾപ്പിക്കുക. റബ്ബ് ഇവിടെ ആരെയൊക്കെ വിളിച്ച് തേടാൻ ആരൊക്കെ പറയുന്നുവോ അവരൊക്കെ പിന്നെ ജനിച്ചവരാണ്, പിന്നെ ഉണ്ടായവരാണ്. അവരൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് ഇവിടെ വിശ്വാസികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരോടൊക്കെ വിളിച്ച് തേടാൻ പറയുന്നുവോ അവരൊക്കെ ഇവിടെ ജനിച്ചുണ്ടായവരാണ്. ജനിച്ചുണ്ടാവാതെ എന്നെന്നും ഉണ്ടായവൻ അല്ലാഹുവാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവരൊക്കെ അതിന്റെ ഒക്കെ മുമ്പുണ്ട് അല്ലാഹ്. എല്ലാവരെയും ശിഫ നൽകുന്ന അല്ലാഹുവുണ്ട്. ആ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ബോധവൽക്കരണം നടത്തണം. അനാവശ്യമായ ഭീതി നാട്ടിൽ പരത്തരുതെന്ന് പറയണം. ഇതിന്റെ പേരിൽ പരിഹാസ ചുവയുള്ള ഒരു വാചകം പോലും പറയരുതെന്ന് പറയണം. പരിഹാസ ചുവയുള്ള ഒരു മെസ്സേജ് പോലും ഫോർവേഡ് ചെയ്യരുതെന്ന് പറയണം. ഇത് കളിയല്ല എന്ന് പറയണം. റഹ്മാനായ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് പറയണം. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ പറയണം. വീട്ടിൽ നിഷിദ്ധമായ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറയണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്താൻ പറയണം. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയണം. ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറയണം. സമാധാനം പകർന്നു കൊടുക്കണം, ആശ്വസിപ്പിക്കണം. എല്ലാവരും നിരന്തരം, നമ്മളും അവരുമൊക്കെ റഹ്മാനായ റബ്ബിലേക്ക്, ഷാഫിയായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രത്യേകം നമുക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു ശിഫയാക്കിക്കോളും. അള്ളാഹു എല്ലാത്തിനും ഒരു പരിഹാരം നൽകും. തീർച്ചയാണ്. റബ്ബിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുലാക്കുക. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആര് അള്ളാഹുവിൽ തവക്കുലാക്കുന്നു അവൻ അള്ളാഹു മതി. ആ ഒരു ദൃഢബോധ്യത്തോടെ അള്ളാഹു നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞ അനുവദിക്കപ്പെട്ട എല്ലാ മുൻകരുതലുകളും കാര്യങ്ങളുമൊക്കെ സ്വീകരിക്കുകയും സർവ കാര്യങ്ങളുടെയും വിജയത്തിനും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനും റഹ്മാനായ നാഥങ്കിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുക.